ഈ വാർത്ത ഇതിനെക്കുറിച്ചുള്ള പോസ്റ്റുകളൊക്കെ നിങ്ങൾ ഇന്നലെ തൊട്ട് തന്നെ കേട്ട് തുടങ്ങിയിട്ടുണ്ടാവും. അതായത് ഏഞ്ചൽ കരീന എന്നൊരു സ്ത്രീ ബോക്സറിനെതിരെ വിമണായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന അൾജീരിയയിൽ നിന്നുള്ള ഇമേൻ ഖലീഫ് പോരാടിയെന്നും അവരെ 46 സെക്കൻഡിൽ നോക്കൌട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രീതിയിൽ ഇന്നലെ തൊട്ട് പ്രചരിക്കുന്ന ഒരു സാധനമാണ്. അതായത് ഇമേൻ ഖലീഫ് ഒരു ട്രാൻസ്ജെൻഡർ ആണ്, അവർ ഫീമെയിലായിട്ട് ഐഡന്റിഫൈ ചെയ്താണ് ഈ ബോക്സിങ്ങിന് എത്തിയതെന്നൊക്കെ പറഞ്ഞാണ് ഇവിടുത്തെ 2 ജെൻഡർ സ്ക്വാഡും പിന്നെ ഹോമോഫോബിക് ആയിട്ടുള്ള കുറെ ആൾക്കാർ പറഞ്ഞു പരത്തും. ഇമാനെ ഖലീഫ് ഒരു ട്രാൻസ്ജെൻഡർ ആണോ? അല്ല, ഖലീഫ് ബയോളജിക്കലി ബോൺ ഫീമെയിൽ ആണ്, അല്ലാതെ ആണായി ജനിച്ച് ഓപ്പറേറ്റ് ചെയ്ത് ട്രാൻസ് വിമൺ ആയ ഒരു വ്യക്തിയല്ല. ജനിച്ച നാളെ മുതൽ തന്നെ DSD എന്നൊരു കണ്ടീഷൻ, അതായത് ഡിഫറൻസ് ഓഫ് സെക്സ് ഡെവലപ്മെന്റ് ഒരു കണ്ടീഷൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവർക്ക് XY ക്രോമോസോംസും ടെസ്റ്റോസ്റ്ററോണും കൂടുതലായിരിക്കും, അതായത് ആണുങ്ങളെ പോലെ കൂടുതലായിരിക്കും എന്നതാണ് അവരുടെ കണ്ടീഷന്റെ പ്രശ്നം. ഇതിന്റെ പേരിലാണ് 2023 വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ജെൻഡർ എലിജിബിലിറ്റി ടെസ്റ്റിൽ അവർ ഫെയിൽ ആയത്. അല്ലാതെ അവര് പുരുഷനായതുകൊണ്ടല്ല. ഇനി ഇവർ ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ഇല്ലീഗലായിട്ടാണോ? ഒരിക്കലുമല്ല. IOCയുടെ എല്ലാ ക്രൈറ്റീരിയയും പാലിച്ച് തന്നെയാണ് ഇവർ ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. IOCയുടെ സ്പോക്സ്മാൻ മാർക്ക് ആദംസ് എന്താണ് പറഞ്ഞതെന്നത് താഴെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. പിന്നെ ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഖലീഫ് വരുന്നത് അൾജീരിയയിൽ നിന്നാണ്. അൾജീരിയ ഒരു മുസ്ലിം കൺട്രിയാണ്, അവിടെ മുസ്ലിം നിയമങ്ങളുണ്ട്. LGBTQ കമ്മ്യൂണിറ്റിയിൽ ആവുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കുറ്റകരമാണ്, ഒരു ക്രൈമാണ്. ഹോമോസെക്ഷുവാലിറ്റി നടത്തി പിടിക്കപ്പെട്ടാൽ അവിടെ 3 മാസം മുതൽ 3 വർഷം വരെയാണ് തടവ്. ഒരു ജെൻഡറിൽ നിന്ന് മറ്റൊരു ജെൻഡറിലേക്ക് ട്രാൻസിഷൻ അവിടെ ഇല്ലീഗലാണ്. അങ്ങനെ ഒരു രാജ്യത്ത് നിന്ന് ആ രാജ്യത്തിന്റെ പ്രതിനിധിയായിട്ട് ഒരു ട്രാൻസ് വിമണിനെ ഒളിമ്പിക്സിൽ ആ രാജ്യം അയച്ചു. അവിടെ തന്നെ പൊളിയുന്നുണ്ട് ഈ വാദം. കഴിഞ്ഞിട്ടില്ല. ഖലീഫ് പങ്കെടുത്ത എല്ലാ ബോക്സിംഗ് മാച്ചിലും വിജയിച്ചിട്ടുണ്ടോ? ഇല്ല. 9 ബോക്സിംഗ് മാച്ചുകളിൽ അവർ പരാജയപ്പെട്ടും കഴിഞ്ഞു. ഒന്നുമില്ല, ഹോമോഫോബിക് ആയിട്ട് എന്തെങ്കിലും സാധനം കിട്ടാൻ വേണ്ടി കാത്തിരുന്ന 2 ജെൻഡർ സ്ക്വാഡ് അടക്കം ഇങ്ങനൊരു വാർത്ത വന്നപ്പോൾ നൈസായിട്ട് കുറെ നുണ അങ്ങ് പ്രചരിപ്പിച്ചു. ഇന്ത്യയിലെ ചില ട്വിറ്റർ അക്കൗണ്ടുകളൊക്കെ അവര് മെയിൽ ഐഡന്റിഫൈങ് ആസ് എ വിമൺ എന്ന് പറഞ്ഞ് പോസ്റ്റുകൾ ഇട്ടു. ഇവിടുത്തെ 2 ജെൻഡർ സ്ക്വാഡിലെ മണ്ടന്മാരെല്ലാം കൂടെ ചേർന്ന് അത് സ്റ്റോറിയാക്കി വലിയ ബഹളമാക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് കോമൺ സെൻസ് യൂസ് ചെയ്യാനെങ്കിലും ശ്രമിക്കുക. ഓ സോറി, 2 ജെൻഡർ സ്ക്വാഡ്, അത് ഞാൻ മറന്നുപോയി. അറിയുന്ന കാര്യം എന്താണെന്നൊന്ന് റിസർച്ച് ചെയ്തെങ്കിലും നോക്കാൻ ശ്രമിക്കുക. എന്നിട്ട് തന്റെ അഭിപ്രായം എല്ലാം പറഞ്ഞാൽ കോമാളിയാവാതിരിക്കാം. ഓ സോറി, ഞാൻ ആരോടാ പറയുന്നത്?